നമസ്കാരം. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ ഉണ്ടാക്കിയ അത് സ്വന്തമാക്കിയ താരമാണ് സണ്ണി ലിയോണി. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉള്ള പ്രശസ്തിക്കപ്പുറം തന്റെ തനിമയാർന്ന വ്യക്തിത്വത്തിന്റെയും സത്പ്രവൃത്തികളുടെയും അവർ ഇന്ന് പലർക്കും പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. വലിയ സൂപ്പർ താരങ്ങൾ പോലും പലപ്പോഴും മടി കാണിക്കാറുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുവാനും അവർക്കായി സമയം കണ്ടെത്തുവാനും സണ്ണി ലിയോണി കാണിക്കുന്ന താല്പര്യം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുട്ടികളുടെ കളിയും ചിരിയും ബഹളവും നിറഞ്ഞ വലിയൊരു കുടുംബമാകണം തന്റേതെന്ന് ഒരു കാലത്ത് സണ്ണി ലിയോണി ആഗ്രഹിച്ചിരുന്നു. പിന്നീട് വിധി സണ്ണിക്കായി കാത്തുവെച്ചതും സ്വപ്നം കണ്ടതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതമായിരുന്നു. സണ്ണി ലിയോണിയും ഭർത്താവ് ഡാനിയൽ വെബറും ആദ്യം നിഷ എന്നൊരു പെൺകുട്ടിയെയാണ് ദത്തെടുക്കുന്നത്. പിന്നീട് വാടക ഗർഭധാരണത്തിലൂടെ നോഹ എന്നും അഷർ എന്നും പേരുള്ള ഇരട്ട ആൺകുട്ടികളുടെ അച്ഛനും അമ്മമാരുമായി ഇവർ. ഇപ്പോഴിതാ കുടുംബത്തോടൊപ്പമുള്ള ഒരു വീഡിയോയിലൂടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് താരം. തന്റെ 2 ആൺമക്കളോടും ദത്തെടുത്ത മകളായ നിഷയോടൊപ്പവും ഒരു രസകരമായ ഗെയിം കളിക്കുന്ന സണ്ണി ലിയോണിയാണ് വീഡിയോയിൽ കാണാനുള്ളത്. വളരെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും താരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൺമക്കൾ 2 പേരും കൃത്യമായ മറുപടികൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ നിഷയുടെ നിശബ്ദതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് കാര്യമായിരിക്കുന്നത്. വീഡിയോ ഉടനീളം വളരെ ശാന്തമായിരിക്കുന്ന നിഷയുടെ പെരുമാറ്റം ആരാധകർക്കിടയിൽ കൗതുകം ജനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മക്കളോടൊപ്പമുള്ള സണ്ണിയുടെ ഈ മനോഹരമായ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സണ്ണിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടെങ്കിലും കുട്ടികൾക്കുണ്ടാകേണ്ട ഉത്സാഹമോ ചിരിയോ പോലും നിഷയുടെ മുഖത്തില്ല. ഇതോടെ സണ്ണി സ്വന്തം മക്കളെയും നിഷയെയും വ്യത്യസ്തയായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് തോന്നുന്നുവെന്ന് കമന്റുകൾ ഉയരുന്നുണ്ട്. നടിയുടെ സ്വന്തം കുട്ടികൾ എത്ര ഉത്സാഹത്തോടെയാണ് പെരുമാറുന്നത്, പക്ഷെ ആ പെൺകുട്ടി വിഷമിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഈ സ്ത്രീ അവളെ നന്നായി പരിചരിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിഷ സണ്ണിയുടെ ആൺമക്കളെ പോലെ സ്വതന്ത്രയായി പെരുമാറുന്നില്ല. അവർ തന്റെ യഥാർത്ഥ കുടുംബമല്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നിരിക്കാം. അവളെ മറ്റുള്ളവരെ പോലെ തുല്യമായി പരിഗണിക്കുന്നില്ലെന്ന തോന്നൽ അവൾക്ക് ഉണ്ടാകാം. അതുകൊണ്ടാകാം അവൾ ഇത്രയും അനുസരണയുള്ളതും മിണ്ടാതിരിക്കുന്നതും എന്നാണ് ആരാധകർ കരുതിയിരിക്കുന്നത്. ആ പെൺകുട്ടിയെ കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്നും സ്വന്തം വീട്ടിലാണെങ്കിലും അവൾ ഒരു അന്യയെ പോലെ ഇരിക്കുകയായി തോന്നുന്നു എന്നും കമന്റുകൾ രേഖപ്പെടുന്നുണ്ട്. കുട്ടിയെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുവാനും പരിചരിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ ദത്തെടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെയാണ് നീളുന്ന കമന്റുകൾ. അതേസമയം ചിലർ സണ്ണിയെ അനുകൂലിച്ചും എത്തിയിട്ടുണ്ട്. ഒരു വീഡിയോ മാത്രം കണ്ട് ആ കുഞ്ഞിനെ നന്നായി നോക്കുന്നില്ല എന്ന് പറയുന്നതിൽ ശരിയില്ല. ആ പെൺകുട്ടിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമുണ്ടാകില്ല, അല്ലെങ്കിൽ ആ ഗെയിം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാകാം അവൾ. അതുകൊണ്ടാകാം ആൺകുട്ടികളെ പോലെ അവൾ ആവേശം കാണിക്കാതിരിക്കുന്നത്. ദയവായി വെറുതെ ഓരോ കാര്യങ്ങളും ഊഹിച്ച് വിധി എഴുതുന്നത് നിർത്തൂ എന്നാണ് അനുകൂലിക്കുന്നവർ കുറിക്കുന്നത്. സണ്ണിയും ഭർത്താവ് ഡാനിയൽ വെബറും 2017 ജൂലൈയിലാണ് നിഷ കൗർ എന്ന പെൺകുട്ടിയെ ദത്തെടുക്കുന്നത്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഒരു അനാഥാലയത്തിൽ നിന്നാണ് നിഷയെ ദത്തെടുക്കുന്നത്. അന്ന് കുഞ്ഞിന് ഏകദേശം 21 മാസമായിരുന്നു പ്രായം. ദത്തെടുപ്പ് നടപടികൾ ഇന്ത്യയിലെ കേന്ദ്ര ദത്തെടുപ്പ് അതോറിറ്റിയായ CARAയുടെ നിയമാനുസൃത നടപടികളിലൂടെ പാലിച്ചാണ് പൂർത്തിയാക്കിയത്. സണ്ണി ലിയോണിയും ഡാനിയൽ വെബറും കുഞ്ഞിന്റെ നിറം, പശ്ചാത്തലം, ആരോഗ്യനില തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ദത്തെടുക്കാൻ തീരുമാനിച്ചത്. അതിനാലാണ് നിഷയെ അവർ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ശരിയാണെങ്കിൽ സണ്ണിക്ക് ലഭിക്കും മുൻപ് നിഷയെ 11 കുടുംബങ്ങൾ നിരസിച്ചിട്ടുണ്ട്. പിന്നീടാണ് സണ്ണി ലിയോണും ഡാനിയൽ വെബറും അവളെ സ്വീകരിച്ചത്. നിഷ അവരുടെ ജീവിതത്തിലെ പൂർണ്ണമായി മാറ്റിയെന്നും മാതൃത്വം തനിക്ക് പുതിയൊരു ലോകം തുറന്നു തന്നുവെന്നും സണ്ണി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിഷയെ ദത്തെടുത്തതിനു ശേഷം 2018 സറോഗസിയിലൂടെയാണ് ഇരട്ട ആൺകുട്ടികളായ നോഹ സിംഗ് വെബറും അഷർ സിംഗ് വെബറും സണ്ണിക്ക് പിറന്നത്. 2011 സണ്ണി ലിയോണി അമേരിക്കൻ സംഗീതജ്ഞനും നടനുമായ ഡാനിയൽ വെബറിനെ വിവാഹം കഴിക്കുന്നത്. കുടുംബത്തിലെ കാര്യങ്ങൾ ഇരുവരും പങ്കുവച്ചാണ് ചെയ്യുന്നതെന്ന് ഡാനിയലും സണ്ണിയും പറഞ്ഞിട്ടുള്ളതാണ്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും ഭക്ഷണം ഒരുക്കുന്നതും ഉൾപ്പെടെ സാധാരണ മാതാപിതാക്കളെ പോലെ എല്ലാ കാര്യങ്ങളിലും അവർ സജീവമാണ്. ഇപ്പോൾ ഉയർന്നുവരുന്ന ഈ ആരോപണങ്ങൾക്ക് ഉള്ള മറുപടി താരങ്ങൾ നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.